ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാകാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം. ഈ വിഷ്ണു സ്തോത്രത്തിലെ ഗഗനസദൃശം എന്ന വിശേഷണമാണ് ബദ്രീനാഥിലെത്തുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരിക. വലിയ വലിയ കൊടുമുടികളുടെ താഴ്വരയിൽ മനോഹരമായ പുൽമേടുകളും വിശാലമായ താഴ്വരകളും കുതിച്ചു പായുന്ന അളകനന്ദയും നുരഞ്ഞു മുന്തുന്ന വെളുത്ത ജലപ്രവാഹത്തിനൊപ്പം അവളുടെ സൗമ്യ സംഗീതവും, ഇതെല്ലാം ആസ്വദിച്ചുകൊണ്ട് അവളുടെ കരയിൽ സദാ പുഞ്ചിരിയോടെ എല്ലാം അറിയുന്നവനായി കുടികൊള്ളുന്ന ബദ്രീനാഥനും അനന്തമായൊരു വിഹായസ് പോലെ ആത്മീയവും ലൗകികവുമായ ഒരനുഭവമാണ് ബദ്രീനാഥ്. ഭാരതത്തിലെ വിഷ്ണു ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനവുമാണ് ബദ്രിയിലെ ബദ്രീനാഥ് ക്ഷേത്രം. ബദ്രീനാഥിലെത്തുന്നവർ ഭൂരിഭാഗവും ക്ഷേത്രദർശനവും കഴിഞ്ഞ് മനാഗ്രാമത്തിലേക്കും വളരെ കുറച്ച് പേർ വസുധാരയിലേക്കും പോയി മടങ്ങുകയാണ് പതിവ്. എന്നാൽ ഇതിനുമപ്പുറം ഒരുപാട് പ്രാധാന്യമുള്ള സ്ഥലങ്ങളും കാഴ്ചകളും ബദ്രീനാഥിന് ചുറ്റുമായുണ്ട്. ബദ്രീനാഥിലെ ഏത് കോണിൽ നിന്ന് നോക്കിയാലും കാണുന്ന മഞ്ഞ് മൂടിയ ഒരു കൂർത്ത പർവ്വതശിഖരമുണ്ട്. അതാണ് നീലകണ്ഠ പർവ്വതം. എന്നും പർവ്വതാരോഹകർക്ക് വലിയൊരു വെല്ലുവിളിയുമായിരുന്നു ഈ പർവ്വതം. 1974 ആദ്യമായി മനുഷ്യൻ ഇതിനു മുകളിൽ വിജയകരമായി എത്തിയത്. എങ്കിലും സാധാരണ നമ്മളെപ്പോലുള്ളവർക്ക് പർവ്വതാരോഹണം സാധ്യമായില്ലെങ്കിലും ബദ്രീനാഥിന് മുകളിലൂടെ ഒരു 10 കിലോമീറ്റർ ട്രക്ക് ചെയ്തു പോയാൽ നീലകണ്ഠ പർവ്വതത്തിൻ്റെ ബേസ് ക്യാമ്പ് വരെയും എത്താം. അങ്ങോട്ടേക്ക് പോകും വഴിയുള്ള കാഴ്ചകളുടെ ഭംഗിയും ഒന്ന് വേറെ തന്നെയാണ്. ഈ വഴിയിലാണ് വിഷ്ണു ഭഗവാന്റെ പാദം ആദ്യമായി ഭൂമിയിൽ പതിഞ്ഞു എന്ന് കരുതപ്പെടുന്ന ചരൺ പാതുക എന്ന ശിലാഭാഗമുള്ളത്. കൂടാതെ ഈ ഭാഗങ്ങളിൽ ഭൂമിക്കടിയിലും മലമുകളിലുമൊക്കെയായി രഹസ്യ സ്വഭാവമുള്ള സന്യാസിമാരുടെയും യോഗികളുടെയുമൊക്കെ നിരവധി ആശ്രമങ്ങളും ഗുഹകളുമൊക്കെ കാണാം. അതുപോലെ ബദ്രീനാഥിൻ്റെ മാതാവായ മാതാമൂർത്തിയുടെ ക്ഷേത്രം, കൂടാതെ ബദ്രീനാഥിൻ്റെ ഇരുവശത്തുമായി ഭാമിനി, രാജ്കോട്ടി, ഇന്ദ്രധാര എന്നിങ്ങനെ കുറേ ഗ്രാമങ്ങളുണ്ട്. ഗ്രാമീണ കാഴ്ചകളും അവരുടെ കൃഷിയിടങ്ങളും ജീവിത രീതികളും നിരവധി ആർമി ക്യാമ്പുകളുമൊക്കെ ഈ പ്രദേശത്തുണ്ട്. അവിസ്മരണീയമായ ഒരു യാത്ര തന്നെയായിരുന്നു ഇത്. കഴിഞ്ഞ ബദ്രീനാഥ് വീഡിയോയിൽ പറയാത്ത നിരവധി കഥകളും കാഴ്ചകളുമൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബദ്രീനാഥിലെ ഒരു പ്രഭാതം. ഉദിച്ചുയർന്ന സൂര്യദേവൻ്റെ പൊൻകിരണങ്ങളേറ്റ് സ്വർണ്ണവർണ്ണത്തിൽ തിളങ്ങുന്ന നീലകണ്ഠ പർവ്വതം. അതിൻ്റെ താഴ്വാരത്തായി ബദ്രീനാഥ് ക്ഷേത്രത്തിൻ്റെ മോഹിപ്പിക്കുന്ന സൗന്ദര്യം. ക്ഷേത്രത്തിൽ നിന്നുള്ള വേദഘോഷങ്ങളും മണിയടികളും ഭക്തജനങ്ങളുടെ ബഹളവുമൊക്കെയായി ആകെ ഒരു പ്രപഞ്ചമാണ്. തപ്തകുണ്ടിന് മുകളിൽ മഞ്ഞുപോലെ നീരാവി ഉയരുന്ന ഒരു കാഴ്ച. പ്രഭാതത്തിലാണ് ബദ്രീനാഥിന് ഏറ്റവും കൂടുതൽ സൗന്ദര്യം എന്ന് തോന്നുന്നു. രാവിലെ ക്ഷേത്ര ദർശനം സാധ്യമായില്ല, കാരണം അത്രയ്ക്കുണ്ട് തിരക്ക്. സമയം 6:30യോളമായി. രാവിലത്തെ നമ്മുടെ ലക്ഷ്യം നീലകണ്ഠ പർവ്വതത്തിൻ്റെ ബേസ് ക്യാമ്പാണ്. ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തൂടെയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഒരു ഇടുങ്ങിയ പാതയിലൂടെയാണ് യാത്ര. ഇരുവശവും പഴയകാല കെട്ടിടങ്ങളും കടകളും ഒക്കെ കാണാം. ചുമടുമേന്തി വരുന്ന പഹാടി സ്ത്രീകൾ, ഇളവയിലും കൊണ്ട് പുകയും മൂതി തണുപ്പിനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്ന സന്യാസിമാർ, രാവിലത്തേക്കുള്ള വിഭവങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് ചിലർ. ക്ഷേത്ര പരിസരത്തെ തിരക്കുകളിൽ നിന്ന് മാറിയാൽ വലിയ ചിലവില്ലാതെ ഈ ഭാഗങ്ങളിൽ താമസവും ഭക്ഷണവും ഒക്കെ കിട്ടും. ഇത് ഭാമിനി എന്ന ഗ്രാമമാണ്. ഇവിടെ ലീലാഡൂങ്കി എന്നൊരു ഭാഗമുണ്ട്. വളരെയധികം ഐതിഹ്യ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണിത്. ഒരു വലിയ ശിലാഭാഗം പ്രത്യേകം മതിൽ കെട്ടി തിരിച്ചിരിക്കുന്നതും കാണാം. വാമനാവതാര രൂപത്തിൽ ഒരു ബാലനായിട്ടാണ് ഭഗവാൻ ഇവിടെ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. ധ്യാനാവസ്ഥയിൽ ഇരിക്കുന്നതിനായി ഏറ്റവും അനുയോജ്യമായി ഭഗവാൻ കണ്ടെത്തിയതും ഈ പ്രദേശമായിരുന്നു. മഹാദേവനും പാർവതീദേവിയും വസിച്ചിരുന്ന ഭൂമിയാണിത്. സാക്ഷാൽ കേദാർനാഥൻ്റെ ഭൂമി. ഒരിക്കൽ രണ്ടുപേരും കൂടി ഈ കേദാർഖണ്ഡിലൂടെ സഞ്ചരിക്കുന്ന സമയം ഒരു ശിലയിലിരുന്ന് ഒരു കൊച്ചുകുട്ടി കരയുന്നത് കണ്ടു. സഹജമായ മാതൃവാത്സല്യത്തോടെ പാർവതീദേവി ആ കുട്ടിയെ എടുക്കാൻ തുടങ്ങിയതും സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ ലീലയാണിതെന്ന് മനസ്സിലാക്കി ഭഗവാൻ ദേവിയെ തടഞ്ഞു. പക്ഷേ അതൊന്നും കണക്കാക്കാതെ ദേവി ആ കുട്ടിയെ എടുക്കുകയും വാസസ്ഥലത്തേക്ക് കൊണ്ടുപോയി അവൻ്റെ ആവശ്യങ്ങളെല്ലാം നടത്തി കൊടുക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസം വിഷ്ണു ഭഗവാൻ വാമന രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ആവശ്യങ്ങൾ മഹാദേവനെയും പാർവതീദേവിയും അറിയിച്ചു. ഭഗവാനെ, ഈ കേദാരഖണ്ഡം മുഴുവനും അങ്ങയുടേതാണ്. പക്ഷേ ഈ ഭൂമിയുടെ മനോഹാരിതയും മാഹാത്മ്യവും കണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ലോകനന്മയ്ക്കായി എനിക്ക് നിത്യതപസ് ചെയ്യാൻ യോജിച്ച സ്ഥലം. അതുകൊണ്ട് അങ്ങും ദേവിയും ദയവായി കേദാർനാഥിലേക്ക് വാസം മാറ്റി ഈ ഭൂമി എനിക്ക് വിട്ടു തന്നാലും. അങ്ങനെ മഹാദേവനും പാർവതീദേവിയും കേദാർനാഥിലേക്ക് പോവുകയും ഇവിടം ബദരികാശ്രമമായി മാറുകയും ചെയ്തു. വിഷ്ണു ഭഗവാൻ മഹാദേവൻ്റെയും പാർവതീദേവിയുടെയും മുൻപിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട ആ ശിലാഭാഗമാണത്ര ഇത്.
പിൽക്കാലത്ത് ഇവിടം ലീലാഡൂങ്കി എന്നറിയപ്പെടുകയും ചെയ്തു. ഇവിടെ നിന്നും അല്പം താഴേക്കിറങ്ങി മുകളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. മുകളിലേക്ക് കൂടുതലും ഗ്രാമീണരുടെ വീടുകളാണ്. ഇടയ്ക്ക് ഒരു ഗ്രാമീണൻ തൻ്റെ പശുക്കളുമായി മുകളിലേക്ക് പോകുന്നതും കണ്ടു. नमस्ते। नमस्ते बेटा, नमस्ते। किधर? चरण पादुका? चरण पादुका। ठीक है। कितनी दूर है? थोड़ा ही शायद 2 किलोमीटर। 1 घंटा? हाँ, 1 घंटा लग जाएगा हमें। वो है ना ये चोटी दिख रही, उसी के ऊपर। कहाँ से आया? केरल से। केरल, ठीक। इधर से उधर से? इधर से जाना। हाँ। सीधा रास्ता बना हुआ है। ये ऊपर वो नीलकंठ है, ये पहाड़। हाँ। इसके पीछे केदारनाथ है, जस्ट पीछे। पूजा के लिए ये फूल है, तुलसी है, और यहाँ पे ये पत्ता गोभी, राई, हाँ। खाने के लिए आलू, यहाँ पे इतनी चीजें भगवान के लिए, माला के लिए लगते हैं ये पुष्प। वहाँ पे गए नीला डूंगी में कर गए थे। हाँ। वो पर उर्वेशी में नहीं गई, माता उर्वेशी। हाँ, माता मूर्ति। माता मूर्ति नहीं, माता उर्वेशी भगवान के बहने। സാധാരണ ഹിമാലയൻ ഗ്രാമങ്ങളിൽ കാണുന്നത് പോലെ ഓരോ വീട്ടിലും അവർക്കുള്ള സ്ഥലത്ത് ഒരു തൊഴുത്തും അല്പം കൃഷിയിടവും ഉണ്ടായിരിക്കും. ഇവിടെ ധാരാളം പൂക്കളും ഇവർ വച്ചു പിടിപ്പിച്ചിരിക്കുന്നത് കാണാം. എല്ലാം ബദ്രീനാഥിന് പൂജയ്ക്കായുള്ള പൂക്കളാണ്. ഉരുളക്കിഴങ്ങ്, ക്യാബേജ് ഇവയൊക്കെ സമൃദ്ധമായി വിളയുന്നുണ്ട് ഇവിടെ. കൂടാതെ ആപ്പിൾ മരവും ഓറഞ്ചുമൊക്കെ ധാരാളം. ഇടയ്ക്കൊരു ഭാഗത്ത് വഴിയരികിൽ ആപ്പിൾ നിൽക്കുന്നത് കണ്ടപ്പോൾ കൊതിമൂത്ത് 1-2 ആപ്പിൾ പറിക്കുകയും ചെയ്തു. എന്താ അതിൻ്റെ ഒരു സ്വാദ്! ഇവിടെ ഈ ഭാഗത്ത് മഹാവതാർ ബാബാജിയുടെ ഒരു ക്ഷേത്രവും കണ്ടു. കൂടാതെ സന്യാസിമാരുടെ ചില ആശ്രമങ്ങളും കാണാം. ഇടയ്ക്ക് വഴി തെറ്റി പോവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കുത്തനെയുള്ള കയറ്റം കുറേയേറെ കയറേണ്ടി വന്നു. അങ്ങനെ കുറേ കഷ്ടപ്പെട്ടെങ്കിലും പ്രധാന പാതയിലേക്ക് ചെന്നു. കോൺക്രീറ്റ് ചെയ്ത വഴിയാണിനി. ഇടയ്ക്ക് ചില വിശ്രമ കേന്ദ്രങ്ങളും കാണാം. മല കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കുതിരപ്പുറത്തോ ആളുകൾ ചുമക്കുന്ന ഡോളിയിലോ ഒക്കെ പോകാം. തന്നെക്കാളും ഭാരമുള്ളവരെയും വഹിച്ചുകൊണ്ട് അവർ മല കയറി പോകുന്നത് കാണുമ്പോൾ നമുക്ക് വിഷമമാവും. പക്ഷേ അതവരുടെ തൊഴിലാണ്. ഇടയ്ക്ക് ഒരു പാറക്കെട്ടിനോട് ചേർന്ന് ഒരു ആശ്രമം കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് ചെന്നു. പക്ഷേ അകത്താരുമുള്ള ലക്ഷണമില്ല. വാതിലും അടച്ചിട്ടുണ്ട്. കിളിവാതിലിലൂടെ നോക്കിയപ്പോൾ അകത്തെ ഇരുട്ടിൽ 2 സന്യാസിമാർ ഇരുന്ന് ധ്യാനിക്കുന്നത് കണ്ടു. മുകളിലേക്ക് ചെല്ലുന്തോറും പർവ്വതനിരകളുടെ ആ മോഹിപ്പിക്കുന്ന സൗന്ദര്യം കൂടുതൽ ദൃശ്യമായി തുടങ്ങി. മുകളിൽ നിന്നുള്ള ബദ്രീനാഥ് ക്ഷേത്രത്തിൻ്റെയും നഗരത്തിൻ്റെയും ഒക്കെ ദൃശ്യങ്ങൾ. സോപ്പുപട്ടി പോലെ അടുങ്ങിയ കെട്ടിടങ്ങൾ. എതിർവശത്തായി കാണുന്നത് നരനാരായണ പർവ്വതമാണ്. ഇവിടെ കാണുന്ന ഓരോ കല്ലിന് പോലും ഓരോ ഐതിഹ്യങ്ങൾ പറയാനുണ്ടാവും. ബദ്രീനാഥിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐതിഹ്യങ്ങളിലൊന്നാണ് നരനാരായണ പർവ്വതങ്ങളുടെ കഥ. ക്ഷേത്രത്തിന് അഭിമുഖമായി ഇരുവശത്തും നിൽക്കുന്ന 2 കൂറ്റൻ പർവ്വതനിരകളാണ് നരനും നാരായണനും. ഈ നരനാരായണന്മാരുടെ തപോഭൂമിയാണ് ബദര്യാശ്രമം. നമുക്ക് ആ ഐതിഹ്യം ഒന്ന് ചുരുക്കി മനസ്സിലാക്കാം. ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷ പ്രജാപതിക്ക് 16 പെൺമക്കളുണ്ടായി. അതിൽ മൂർത്തിദേവിയെ വിവാഹം ചെയ്തത് ധർമ്മദേവനായിരുന്നു. അക്കാലത്ത് സഹസ്രകവചൻ എന്ന അസുരൻ്റെ ആക്രമണങ്ങൾ മൂലം ദേവന്മാർ വളരെയധികം കഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം മഹാവിഷ്ണുവിൻ്റെ അംശാവതാരങ്ങളായി നരനും നാരായണനും ധർമ്മദേവൻ്റെയും മൂർത്തിദേവിയുടെയും പുത്രന്മാരായി ജനിച്ചു. 1000 കവചങ്ങൾ ഉള്ളയാളാണ് സഹസ്രകവചൻ. ഈ 1000 കവചങ്ങളും ഭേദിച്ചെങ്കിൽ മാത്രമേ സഹസ്രകവചനെ വധിക്കാൻ സാധിക്കുകയുമുള്ളൂ. നരനാരായണന്മാരും സഹസ്രകവചനുമായുള്ള യുദ്ധകാലത്ത് ഒരാൾ യുദ്ധം ചെയ്യുമ്പോൾ മറ്റൊരാൾ തപസ് ചെയ്യും. ഇങ്ങനെ കാലങ്ങളോളം നീണ്ട യുദ്ധത്തിനൊടുവിൽ സഹസ്രകവചൻ്റെ 999 കവചങ്ങളും നഷ്ടമായി. തോൽവി ഉറപ്പിച്ച അസുരൻ ശേഷിച്ച ഒരു കവചവുമായി സൂര്യനിലേക്ക് ലയിക്കുകയും ചെയ്തു. അങ്ങനെ ആ യുദ്ധം അവിടെ അവസാനിക്കുകയും ദേവന്മാർക്ക് സമാധാനമാവുകയും ചെയ്തു. ദ്വാപരയുഗത്തിൽ സഹസ്രകവചൻ സൂര്യപുത്രനായ കർണനായി ജനിച്ചു. നരനാരായണന്മാർ കൃഷ്ണാർജുനന്മാരായി ജനിച്ച് ശേഷിച്ച കവചം ഭേദിച്ച് കർണനെ നിഗ്രഹിക്കുകയും ചെയ്തു. കർണനായി ജനിച്ച സഹസ്രകവചനെ വധിച്ചതോടുകൂടി നരനാരായണന്മാരുടെ അവതാര ലക്ഷ്യം പൂർത്തിയാവുകയും ചെയ്തു. ഇതിൽ നരൻ അർജുനനും നാരായണൻ ശ്രീകൃഷ്ണ ഭഗവാനുമാണ്. സഹസ്രകവചനുമായുള്ള യുദ്ധം നടന്നത് ഈ പ്രദേശത്തായിരുന്നു അത്രേ.
നരനാരായണന്മാർ തപസ് ചെയ്ത പർവ്വതങ്ങളാണത്ര ഇത്. ക്ഷേത്രത്തിന് മുൻപിൽ നിന്ന് നോക്കുമ്പോൾ ഇടതുവശത്തായി കാണുന്നത് നരപർവ്വതവും വലതുവശത്തേത് നാരായണ പർവ്വതവുമാണ്. ഈ രണ്ട് മലനിരകൾക്കും ഇടയിലുള്ള താഴ്വരയിലാണ് ബദരീനാഥൻ്റെ സ്ഥാനം. ഈ രണ്ട് പർവ്വതങ്ങൾക്കും പിന്നിലായി കാണുന്നതാണ് നമ്മളിപ്പോൾ പോകുന്ന നീലകണ്ഠ പർവ്വതം. നരനാരായണ പർവ്വതങ്ങൾ വിഷ്ണുവിൻ്റെ തപസ്സിനെ സൂചിപ്പിക്കുമ്പോൾ നീലകണ്ഠ പർവ്വതം ഇവരെയും ബദരീനാഥനെയും സംരക്ഷിക്കുന്ന മഹാദേവനായും കരുതപ്പെടുന്നു. കുറച്ചുകൂടി മുകളിലേക്ക് ചെല്ലുമ്പോൾ ഇടതുവശത്തായി ഒരു വലിയ വെള്ളച്ചാട്ടവും താഴെയായി ഒരു നദിയും കാണാം. ചരൺപാതകയിലേക്കുള്ള ട്രെക്കിങ്ങിനിടെ കാണാവുന്ന ഏറ്റവും മനോഹരമായ കാഴ്ചയും ഇതാണ്. നീലകണ്ഠ പർവ്വതത്തിൽ നിന്നും മഞ്ഞുരുകി വരുന്ന ഋഷിഗംഗാ നദിയും വെള്ളച്ചാട്ടവുമാണത്. അതുകൊണ്ട് തന്നെ അതീവ ശുദ്ധവും മഞ്ഞുകട്ട പോലെ തണുത്ത ജലവുമായിരിക്കും. വെള്ളച്ചാട്ടമായി പതിക്കുന്നതും ഇതേ നദി തന്നെയാണ്. സപ്തർഷികളുടെ തപസ്സുമായി ബന്ധപ്പെട്ടാണ് ഈ നദിക്ക് ഋഷിഗംഗ എന്ന പേരുണ്ടായതെന്നും പറയപ്പെടുന്നു. ഈ നദി താഴേക്കൊഴുകി വന്ന് ബദരീനാഥ് ക്ഷേത്രത്തിന് സമീപം അളകനന്ദയിലേക്ക് ചേരും. ഋഷിഗംഗാ സംഗമം എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്. മുൻപോട്ട് ചെല്ലും തോറും വെള്ളി പോലെ തിളങ്ങുന്ന നീലകണ്ഠ പർവ്വതത്തിൻ്റെ കാഴ്ചകൾ കുറച്ചുകൂടി വ്യക്തമായി തുടങ്ങും. എത്ര പ്രൗഢഗംഭീരമായ കാഴ്ചയാണത്! ഇവിടെയും ചില കാക്കകളെ കണ്ടു. പക്ഷേ നമ്മുടെ നാട്ടിലെ കാക്കകളെ അപേക്ഷിച്ച് അതിൻ്റെ കൊക്ക് അല്പം ചുവന്നതാണെന്ന് മാത്രം. ഞാൻ അടുത്ത് നിൽക്കുന്നൊന്നും ആശാൻ അറിയുന്നതേയില്ല. എന്തോ കാര്യമായ ആലോചനയിലാണ്. ഈ പർവ്വതങ്ങൾക്ക് ഒരു വന്യമായ മുരൾച്ചയുണ്ട്. കുറച്ചുനേരം നിശബ്ദമായി നിന്നാൽ നമുക്കൊരു ഭീതിയുണ്ടാവും. ഈ നീലകണ്ഠ പർവ്വതത്തിനും ചില പ്രത്യേകതകളുണ്ട്. ലീലാഡോങ്കിയുടെ ഐതിഹ്യത്തിൽ പറഞ്ഞ കഥയുമായാണ് ഇതിന് ബന്ധമുള്ളത്. ഇവിടെ നിന്നും കേദാർനാഥിലേക്ക് മഹാദേവൻ ആസ്ഥാനം മാറ്റിയെങ്കിലും ബദരീനാഥൻ്റെ സംരക്ഷണത്തിനായി മഹാദേവൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവും എന്ന അർത്ഥത്തിലാണത്. അതുകൊണ്ടാണ് ബദരീനാഥ് ക്ഷേത്രത്തിന് മുകളിൽ മഹാദേവൻ കാവൽ നിൽക്കുന്നു എന്ന് പറയുന്നത്. ലോകപ്രശസ്ത പർവ്വതാരോഹകനായ ഫ്രാങ്ക് സ്മിത്ത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ കൊടുമുടികളിൽ ഒന്നായി വിശേഷിപ്പിച്ചത് ഈ നീലകണ്ഠ പർവ്വതത്തെയാണ്. ഈ കൊടുമുടിയുടെ ഗാംഭീര്യവും സൗന്ദര്യവും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെയുണ്ട്. അദ്ദേഹം ഗർവാൾ റാണി എന്നാണ് ഈ കൊടുമുടിയെ വിശേഷിപ്പിച്ചത്. ലോകത്തിലെ മറ്റു കൊടുമുടികളെ അപേക്ഷിച്ച് ഇതിൻ്റെ പിരമിഡ് രൂപത്തിലുള്ള ആകൃതിയും പ്രഭാതത്തിൽ ഇതിൽ സൂര്യപ്രകാശം തട്ടുമ്പോൾ ഉണ്ടാകുന്ന സ്വർണ്ണവർണ്ണത്തിലുള്ള തിളക്കവുമാണ് ഇതിനെ ഗർവാൾ റാണി എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കാൻ കാരണം. നീലകണ്ഠ പർവ്വതം ഒറ്റപ്പെട്ടു നിൽക്കുന്നത് അതിന് പ്രത്യേകമായൊരു അഴക് നൽകുന്നു. പർവ്വതത്തിൻ്റെ ഉപരിതലം എപ്പോഴും കനത്ത മഞ്ഞിൽ മൂടപ്പെട്ടിരിക്കും. സൂര്യോദയ സമയത്തും അസ്തമയ സമയത്തും ഈ കൊടുമുടിയിൽ സൂര്യപ്രകാശം തട്ടുമ്പോൾ പർവ്വതം സ്വർണ്ണ നിറത്തിലോ പവിഴ നിറത്തിലോ തിളങ്ങുന്നതായി കാണാം. കാണാൻ മനോഹരമാണെങ്കിലും നീലകണ്ഠ പർവ്വതം കീഴടക്കുക എന്നത് പർവ്വതാരോഹകർക്ക് കനത്ത ഒരു വെല്ലുവിളിയാണ്. കുത്തനെയുള്ള ഇതിലെ പാറക്കെട്ടുകൾ കാരണം അൺക്ലൈംബിൾ എന്നുപോലും ഒരു കാലത്ത് ഇതിനെ വിശേഷിപ്പിച്ചിരുന്നു. 1950കളിൽ പ്രശസ്ത പർവ്വതാരോഹകനായ ഹെഡ്മണ്ട് ഹിലാരി ഈ കൊടുമുടി കീഴടക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും പരാജയപ്പെട്ടിരുന്നു. ഒടുവിൽ 1974ൽ ഇന്ത്യൻ ആർമിയിലെ മിടുക്കരായ പർവ്വതാരോഹകരാണ് ഇതിൻ്റെ മുകളിൽ ആദ്യമായി വിജയക്കൊടി പാറിച്ചത്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു രോമാഞ്ചമുണ്ടാവും. ഈ കൊടുമുടിയുടെ 3 വശങ്ങളും 3 വ്യത്യസ്തമായ താഴ്വരകളിലേക്കാണ് അഭിമുഖീകരിക്കുന്നത്. കിഴക്ക് വശം അളകനന്ദയുടെ താഴ്വര, വടക്ക് വശം സതോബന്ധ ഗ്ലേഷ്യർ, പടിഞ്ഞാറ് വശം പൻപാദിയ ഗ്ലേഷ്യർ. ഇതിൽ സതോബന്ധ തടാകത്തിലേക്കുള്ള യാത്ര അതികഠിനമായ ട്രെക്കിംഗ് ആണ്. നീലകണ്ഠ ബേസ് ക്യാമ്പിൽ നിന്നും വീണ്ടും മുന്നോട്ട് പോയാൽ മാത്രമേ അങ്ങോട്ടേക്ക് എത്താൻ സാധിക്കൂ. ബദരി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പർവ്വതങ്ങളിൽ ധാരാളം യോഗിമാരും സന്യാസിമാരും ഇപ്പോഴും തപസ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. ധ്യാനരൂപത്തിലുള്ള ഭഗവാന്റെ സാമീപ്യമാവാം അവരുടെ പ്രചോദനം. ക്ഷേത്രം തുറക്കുന്ന സമയത്ത് ഈ മഹായോഗികളിൽ പലരും ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അങ്ങനെ മുന്നോട്ട് നടക്കുമ്പോഴാണ് വലതുവശത്തായി ചെറിയൊരു ആശ്രമം കാണുന്നത്. സാധാരണഗതിയിൽ ആരും അത് ശ്രദ്ധിക്കില്ല. ഗുപ്തഗംഗ എന്ന് എഴുതി വച്ചിരിക്കുന്നതും കാണാം. അടുത്ത് ചെന്നപ്പോഴാണ് ഒരു നീർച്ചാലിൻ്റെ ശബ്ദം ശ്രദ്ധിച്ചത്. പക്ഷേ അടുത്തെങ്ങും ഒരു നീർച്ചാൽ കാണാനും ഉണ്ടായിരുന്നില്ല. ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് വാതിലിന് താഴേക്ക് ഒരു ഗുഹാമാർഗം പോകുന്നത് കണ്ടത്. അവിടെ ഒരു കർട്ടനും കൂടി ഉള്ളതിനാൽ ആ ചെറിയ ദ്വാരം ആരുടെയും ശ്രദ്ധയിൽപ്പെടില്ല. കഷ്ടിച്ച് ഒരാൾക്ക് ഇറങ്ങാൻ പറ്റുന്ന ഗുഹാമുഖം. താഴേക്ക് ഇറങ്ങിച്ചെന്നപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. ഗുഹയ്ക്കുള്ളിൽ ഒരു ചെറിയ കുണ്ടിനുള്ളിൽ കൂടി ഒരു നീർച്ചാൽ കടന്നു പോകുന്നു. ഐസ് കട്ടയ്ക്ക് സമാനമായ തണുപ്പുള്ള നിർമ്മലമായ തെളിഞ്ഞ ജലം. ഗംഗാനദിയുടെ ഒരംശം ഇതിലെ ഗുപ്തമായി ഒഴുകുന്നു എന്നാണ് വിശ്വാസം. ഇവിടെ സന്യാസിമാരും മറ്റും വന്നിരുന്ന് ധ്യാനിക്കുന്ന സ്ഥലവുമാണ്. ഇവിടെ ഒരു ശിവലിംഗവും വെച്ചിട്ടുണ്ട്. അഭിഷേകം കഴിക്കാനായി ജലമെടുക്കാൻ ഒരു കലശക്കുടം ഒരു ചങ്ങല കെട്ടി പ്രത്യേകം വെച്ചിട്ടുമുണ്ട്. ഗംഗാദർശൻ എന്ന് ഈ കുണ്ടിന് മുകളിൽ എഴുതി വച്ചിരിക്കുന്നതും കാണാം. ഇരുന്ന് ധ്യാനിക്കാനായി പ്രത്യേകം പായും ഷീറ്റുമൊക്കെ വിരിച്ചിട്ടുണ്ട്.
നീരൊഴുക്കിൻ്റെ ശബ്ദമല്ലാതെ പുറത്തുനിന്നുള്ള യാതൊരു ശബ്ദവും ഇതിനുള്ളിലേക്ക് കടന്നു വരികയുമില്ല. വെറുതെ ഒന്ന് കണ്ണടച്ചിരുന്നാൽ പോലും അറിയാതെ നമ്മളൊരു ധ്യാനാവസ്ഥയിലായി പോകും. അധികം താമസിയാതെ അവിടെ നിന്ന് വീണ്ടും യാത്ര തുടങ്ങി. അങ്ങ് ദൂരെ പർവ്വതത്തിൻ്റെ അടിവാരത്തോളം നീണ്ടു നിവർന്നു കിടക്കുന്ന ഒറ്റയടിപ്പാത. ഒരു പഹാടി സ്ത്രീ മുകളിൽ നിന്നും പുല്ലുകെട്ടുകളുമായി ഇറങ്ങി വരുന്നത് കണ്ടു. വഴി ചോദിച്ചപ്പോൾ അവർ ദൂരേക്ക് കൈ ചൂണ്ടിക്കാണിച്ചു. ഇവിടെ ഈ കാണുന്ന ടെൻറ്റുകളൊക്കെ സന്യാസിമാരുടെ വാസസ്ഥലങ്ങളാണ്. അപ്പോഴാണ് ആ സത്യം മനസ്സിലാക്കുന്നത്. ഇവിടെ നിന്നും ഇനിയും 7 കിലോമീറ്റർ കൂടി നടന്നാലേ നീലകണ്ഠ ബേസ് ക്യാമ്പിലേക്ക് എത്തിച്ചേരാൻ പറ്റൂ എന്ന്. ആ ബോർഡ് കണ്ടതും ആത്മവീര്യം അല്പമൊന്ന് കുറഞ്ഞതുപോലെ തോന്നി. എന്തായാലും പോവുക തന്നെ. മുന്നോട്ട് നടന്നു. ബദരീനാഥ് സന്ദർശിക്കാനും നീലകണ്ഠ ബേസ് ക്യാമ്പിനും വളരെ മികച്ചൊരു സമയമാണ് സെപ്റ്റംബർ. മഴമേഘങ്ങളൊക്കെ ഒഴിഞ്ഞു മാറുന്നതോടെ നീലകണ്ഠപർവ്വതത്തിൻ്റെ വ്യക്തമായ കാഴ്ച ലഭിക്കും. ആകാശം കൂടുതൽ നീല നിറത്തിൽ കാണപ്പെടുന്നതിനാൽ ഫോട്ടോഗ്രഫിക്കും മറ്റും ഏറ്റവും അനുയോജ്യമായ സമയവുമാണിത്. കൂടാതെ ഹിമാലയൻ താഴ്വരകൾ പൂക്കളാൽ നിറയുന്ന ഒരു സമയവുമാണിത്. വാലി ഓഫ് ഫ്ലവേഴ്സിന് സമാനമായ ചില കാഴ്ചകൾ നീലകണ്ഠപാതയിലും നമുക്ക് കാണാൻ സാധിക്കും. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന അതീവ തന്ത്രപ്രധാനമായ സ്ഥലമായതുകൊണ്ട് തന്നെ ആർമിയുടെ വിവിധ വിഭാഗങ്ങളുടെ ക്യാമ്പുകൾ ഇവിടെ പലയിടവും കാണാം. ഇടയ്ക്ക് കുറച്ച് സൈനികർ നിരനിരയായി വരുന്നത് കണ്ടു. അവരുടെ ഒരു കമാൻഡറും കൂടെയുണ്ട്. ഈ മലനിരകളുടെ യഥാർത്ഥ കാവൽക്കാരായ ഗഡ്വാൾ സ്കൗട്ട്സിലെ ജവാന്മാരാണിത്. നീലകണ്ഠ ബേസ് ക്യാമ്പിലേക്കുള്ള യാത്രയിലാണവർ. ഇവരുടെ ക്യാമ്പാണ് താഴെ കണ്ടത്. മലനിരകളിലെ പുലികൾ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. മൗണ്ടൻ ഗോഡ്സ് എന്ന സൈന്യത്തിനുള്ളിൽ തന്നെ ഇവർക്ക് വിളിപ്പേരുമുണ്ട്. എത്ര കുത്തനെയുള്ള മലകളും അതിവേഗത്തിൽ കയറാനുള്ള കഴിവ് ഇവർക്കുണ്ട്. ലൊക്കേഷൻ സ്പെഷ്യലിസ്റ്റ് എന്നാണ് ഇവരെ വിളിക്കാറുള്ളത്. ഈ മലനിരകളിൽ ജനിച്ചു വളർന്ന പ്രാദേശിക യുവാക്കളെയാണ് ഈ വിഭാഗത്തിലേക്ക് പ്രധാനമായും തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹിമാലയത്തിലെ ദുർഘടമായ പാതകളും കാലാവസ്ഥകളും ഇവർക്ക് നന്നായി അറിയാം. ഇവർ നല്ലൊരു പർവ്വതാരോഹകർ കൂടിയാണ്. വഴിയിൽ വെച്ച് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഇവരോട് മടി കൂടാതെ സഹായം ആവശ്യപ്പെടാം. പ്രാഥമിക ശുശ്രൂഷ നൽകുന്നതിലും മിടുക്കരാണിവർ. അങ്ങനെ നമ്മുടെ യാത്ര ചരൺ പാതുക എന്ന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. നാരായൺസ് ഹോളി സ്റ്റെപ്സ് എന്ന് ഇവിടെ എഴുതി വച്ചിരിക്കുന്നതും കാണാം. ഇവിടെ ഒരു പാറക്കെട്ടിനോട് ചേർന്ന് ഒരു വലിയ പാദമുദ്ര പതിഞ്ഞിരിക്കുന്ന ആകൃതിയിൽ ഒരു ഭാഗം കാണാം. വൈകുണ്ഠത്തിൽ നിന്നും ഭഗവാൻ ഭൂമിയിലേക്ക് ആദ്യം കാലുകുത്തിയത് ഇവിടെയാണെന്നാണ് വിശ്വാസം. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3380 മീറ്റർ ഉയരത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ചരൺ പാതയിൽ നിൽക്കുമ്പോൾ തന്നെ നീലകണ്ഠപർവ്വതത്തിൻ്റെ പൂർണ്ണ രൂപം നമുക്ക് കാണാൻ സാധിക്കും. ചുറ്റും ഹിമാലയൻ പർവ്വതനിരകളും പുൽമേടുകളും താഴ്വരകളും ഒക്കെ ചേർന്ന് ശാന്തവും സ്വർഗീയവുമായ ഒരു അനുഭവമാണ് നമുക്കിവിടെ നിൽക്കുമ്പോൾ കിട്ടുക. ഭാഗവതത്തിലെ ഉദ്ധവഗീതയിൽ ഒരു കഥ പറയുന്നുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ അവതാര ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ച് വൈകുണ്ഠത്തിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പരമഭക്തനും സുഹൃത്തുമായ ഉദ്ധവർ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അത്യന്തം ദുഃഖിതനായി ഭഗവാന്റെ അടുത്തേക്ക് ചെന്നു. ഭഗവാൻ പോയി കഴിഞ്ഞാൽ തനിക്ക് മാർഗനിർദ്ദേശം തരുവാൻ ആരാണുള്ളതെന്ന് ചോദിച്ചു. ഉദ്ധവരുടെ ദുഃഖം കണ്ട ഭഗവാൻ തൻ്റെ ആത്മീയ ജ്ഞാനം ഉദ്ധവർക്ക് ഉപദേശിച്ചു നൽകി. അതാണ് ഉദ്ധവഗീത. ഭഗവാൻ പറഞ്ഞു, എൻ്റെ സ്വർഗാരോഹണ ശേഷം യാദവകുലം തമ്മിൽ തല്ലി നശിക്കും. ദ്വാരകാപുരി വരുണദേവൻ കീഴടക്കും. എന്നാൽ നീ അതിനു മുമ്പ് ബദരിയാശ്രമത്തിലെത്തണം. ഞാൻ അവിടെ ഉണ്ടാവും. ഇതും പറഞ്ഞ് ഭഗവാൻ തൻ്റെ പാദകങ്ങൾ ഉദ്ധവർക്ക് നൽകി. ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് ശേഷം കുബേരൻ്റെ രാജധാനിയായ അളകാപുരിയിൽ നരനാരായണന്മാർ തപസ് ചെയ്ത പുണ്യഭൂമിയിലേക്ക് തൻ്റെ ഗുരുനാഥൻ്റെ മെതിയടികളും ശിരസിലേന്തി പൂർണ്ണപ്രജ്ഞനായ ഉദ്ധവർ എത്തിച്ചേർന്നു. ഭഗവാൻ ബദരിയിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരേ ഒരാളും ഉദ്ധവർ മാത്രമാണ്. ബദര്യാശ്രമത്തിലെത്തിയ ഉദ്ധവർ ഭഗവാൻ പണ്ട് തപസ് ചെയ്തിരുന്ന ആ വലിയ ശിലയിൽ ആ പാദകങ്ങൾ പ്രതിഷ്ഠിച്ചു എന്നുമാണ് വിശ്വാസം. എന്തായാലും ചരൺ പാതുകയിൽ ഭഗവാന്റെ ഈ പാദസ്പർശം നേരിട്ട് അനുഭവിക്കാൻ കഴിയുമെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. ഈ ശിലയുടെ പുറകുവശത്തും 2 പാദമുദ്രകൾ കാണാൻ കഴിയും. ഇവിടെ ഈ പാറക്കെട്ടിനോട് ചേർന്ന് ഒരു ചെറിയ ആശ്രമവും കണ്ടു. ഒരു വൃദ്ധസന്യാസി അവിടെ ഇരുന്ന് അടിച്ചു വാരുന്നുണ്ടായിരുന്നു. പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടി ഉണ്ടാക്കിയ താൽക്കാലിക ഷെഡാണ്. ഇവിടെ നല്ല തുളസിക്കാപ്പി കിട്ടും. ഒരു വലിയ ഫ്ലാസ്കും ഗ്ലാസുകളും ഒക്കെ വെച്ചിട്ടുണ്ട്. ആവശ്യം പോലെ എടുത്തു കുടിക്കുകയും ചെയ്യാം. നമുക്ക് ഈ ആശ്രമത്തിനുള്ളിലെ കാഴ്ചകളും ഒന്ന് കാണാം. ഇവരൊക്കെ ഇവിടെ വർഷം മുഴുവനും താമസിക്കുന്നവരാണ് എന്ന് തോന്നുന്നു. ഇതിനുള്ളിൽ ഒരു ഗുഹയുമുണ്ട്. പാറക്കെട്ടിന് വശത്തായി ഒരു വാതിലും കണ്ടു. ഇവിടെ നിന്നും ബേസ് ക്യാമ്പിലേക്ക് ഏകദേശം 6 കിലോമീറ്റർ കൂടി നടക്കണം. ബദ്രീനാഥിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ ദൂരമുണ്ട് അങ്ങോട്ടേക്ക്.
കുറച്ചു ദൂരം കൂടി ചെന്നപ്പോഴേക്കും കോൺക്രീറ്റ് പാത അവസാനിച്ചു. ഇനി ഋഷിഗംഗാ നദിയുടെ വശത്തുകൂടിയുള്ള ഇടുങ്ങിയ പാതയിലൂടെയാണ് യാത്ര. സമൃദ്ധമായ പുൽമേടുകളും അപൂർവമായ പുഷ്പങ്ങളുമൊക്കെ ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. ബ്രഹ്മകമലം പക്ഷേ കാണാൻ സാധിച്ചില്ല. ഒരു 4 കിലോമീറ്റർ കൂടി മുന്നോട്ട് ചെന്നപ്പോഴേക്കും നീലകണ്ഠപർവ്വതത്തിൻ്റെ പൂർണ്ണ രൂപം കാണാൻ സാധിച്ചു. ഇവിടെ നിന്ന് മുന്നോട്ട് ഗ്ലേഷ്യറുകളുടെ മുകളിലൂടെ പോവേണ്ടതിനാൽ തൽക്കാലം യാത്ര അവിടെ അവസാനിപ്പിച്ചു. ക്യാമറ സൂം ചെയ്ത് എടുത്ത കുറച്ച് ചിത്രങ്ങൾ കൂടി ഒന്ന് കാണാം. തൊട്ടു മുൻപിൽ മഞ്ഞ് പതിച്ച് സൂര്യപ്രകാശത്തിൽ വെള്ളി പോലെ തിളങ്ങുന്ന നീലകണ്ഠപർവ്വതം. അങ്ങ് മുകളിൽ നിന്നും ഋഷിഗംഗ ഉത്ഭവിച്ചു വരുന്ന ഒരു കാഴ്ചയും കാണാം. പരിചയമുള്ള ഒരാൾ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ താഴ്വാരം വരെയും പോകാമായിരുന്നു. ഒരുപക്ഷെ അങ്ങോട്ടേക്ക് എത്താനുള്ള സമയവുമായിട്ടുണ്ടാവില്ല. കുറച്ച് സമയം അവിടെ ചെലവഴിച്ചതിന് ശേഷം വേഗം താഴേക്ക് ഇറങ്ങി തുടങ്ങി. ഉച്ചതിരിഞ്ഞാൽ മഞ്ഞിറങ്ങിയാൽ പിന്നെ ബുദ്ധിമുട്ടാവും. ഇടയ്ക്ക് മംഗലാപുരംകാരനായ ഒരു സന്യാസിയെ പരിചയപ്പെട്ടു. അദ്ദേഹം ഇവിടെയുള്ള ഏതോ ഗുഹയിൽ ധ്യാനിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. പിന്നെ അധിക സമയം എങ്ങും തങ്ങിയില്ല. രാവിലെ 6 മണിക്ക് തുടങ്ങിയ യാത്രയാണ്. 2 മണിയോടെ തിരികെ ബദരിയിലേക്കെത്തി. ക്ഷേത്രത്തിൽ അപ്പോഴും തിരക്ക് തന്നെ. ഇനി എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. ഇവിടെ കാണാൻ ഭംഗിയുള്ള ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കാൻ കയറിയാൽ നമ്മുടെ പോക്കറ്റ് കാലിയായത് തന്നെ. ഒരു സത്രത്തിന് സമീപമുള്ള അവരുടെ ക്യാൻറ്റീനിൽ നിന്നും ഉച്ചഭക്ഷണം കഴിച്ചു. ആലു പൊറോട്ടയാണ്. ഒരെണ്ണം കഴിച്ചപ്പോഴേക്കും വയറും നിറഞ്ഞു. എത്ര വേഗതയിലാണ് അയാൾ അത് ഉണ്ടാക്കിയെടുക്കുന്നത്. മാവ് കുഴയ്ക്കുന്നതും പരത്തുന്നതും ചുടുന്നതുമെല്ലാം ഒരാൾ തന്നെ. അതിനിടയിൽ വിളമ്പാനും പോവും. ഒരു 10 മിനിറ്റ് അവിടെ വിശ്രമിച്ചതിന് ശേഷം വീണ്ടും യാത്ര ആരംഭിച്ചു. ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം മാതാമൂർത്തിയുടെ ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ വടക്കുവശത്തുള്ള വഴിയിലൂടെയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തു നിന്നും പടികളിറങ്ങി താഴേക്ക് ചെല്ലുന്ന ഭാഗത്താണ് റാവൽജിയുടെ മഠമുള്ളത്. മഠത്തിനോട് ചേർന്ന് ആദി ശങ്കരാചാര്യരുടെ ഒരു പ്രതിഷ്ഠയുമുണ്ട്. തൊട്ടു താഴെയായി എതിർവശത്ത് ആദി കേദാരേശ്വരനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു ശ്രീകോവിലും കാണാം. ആദ്യം ലീലാഡൂങ്കിയുടെ ഐതിഹ്യത്തിൽ പറഞ്ഞ പ്രകാരം മഹാദേവനും പാർവതീദേവിയും കേദാർനാഥിലേക്ക് വാസം മാറ്റിയെങ്കിലും ഒരു നിബന്ധനയും വെച്ചിരുന്നു. എൻ്റെ സാന്നിധ്യം എന്നും ഇവിടെ ഉണ്ടായിരിക്കും. ഇവിടെ വരുന്നവർ എന്നെ ദർശിച്ചതിന് ശേഷം വേണം ബദരീനാഥനെ ദർശിക്കുവാൻ. ആ ഐതിഹ്യപ്രകാരമുള്ള കേദാർനാഥൻ്റെ പ്രതിഷ്ഠയാണിവിടെ. ഈ കഥകളൊക്കെ അറിയാവുന്നവർ താഴെയുള്ള തപ്തകുണ്ടിൽ കുളിച്ച് ആദി കേദാരേശ്വരനെയും വണങ്ങിയാണ് മുകളിലേക്ക് പോവുക. ശ്രീകോവിലിനോട് ചേർന്ന് 24 മണിക്കൂറും എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഹോമകുണ്ടമുണ്ട്. അതിനോട് ചേർന്ന് ഗരുഡശില എന്നൊരു വലിയ പാറയും കാണാം. താഴെയുള്ള തപ്തകുണ്ടിന് ചുറ്റുമായി പഞ്ചശിലകൾ എന്നറിയപ്പെടുന്ന 5 ശിലകളുണ്ട്. അതിൽ ആദ്യത്തേതായ ഗരുഡശിലയാണിത്. ഇവിടെ ഗരുഡൻ ഭഗവാന്റെ വാഹനമാകാൻ തപസ്സനുഷ്ഠിച്ചിരുന്നു അത്രേ. വരം ലഭിച്ചതിന് ശേഷവും ഗരുഡൻ ഭഗവാന്റെ ആജ്ഞാനുവൃത്തിയായി ഇവിടെ വസിക്കുന്നു എന്നാണ് വിശ്വാസം. ഇവിടെ നിന്നും പടികൾ ഇറങ്ങിച്ചെല്ലുന്നത് തപ്തകുണ്ടിൻ്റെ ഭാഗത്തേക്കാണ്. നട്ടുച്ച സമയമാണെങ്കിലും തപ്തകുണ്ടിൽ അപ്പോഴും കുളിക്കുന്നവരുടെ തിരക്ക് തന്നെ. കുളത്തിന് മുകളിലായി ആളുകളെയൊക്കെ മുന്നിലിരുത്തി പൂജാരിമാർ എന്തൊക്കെയോ പൂജകൾ നടത്തുന്നുണ്ട്. തപ്തകുണ്ടിലേക്ക് തിളച്ച വെള്ളം പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകി വീഴുന്ന ഒരു ഭാഗമാണിത്. അടുത്ത് നിന്നാൽ പോലും ചൂടിൻ്റെ കാഠിന്യം തിരിച്ചറിയാം. തപ്തകുണ്ടിൽ വീഴുന്ന ഈ ചൂടുവെള്ളത്തിലേക്ക് അളകനന്ദയിലെ തണുത്ത ജലം കൂടി ചേർത്താണ് കുളിക്കാനുള്ള പാകത്തിലാക്കുന്നത്. കുളത്തിലെ വെള്ളം നിശ്ചിത ഇടവേളകളിൽ മാറ്റുകയും ചെയ്യും. തപ്തകുണ്ടിന് തൊട്ടു താഴെയായി അളകനന്ദയിലേക്ക് ഇറങ്ങുന്ന ഭാഗത്താണ് മാർക്കണ്ഡേയ ശിലയുടെ സ്ഥാനം. മാർക്കണ്ഡേയ മഹർഷി ഈ ശിലയിലിരുന്ന് തപസ് അനുഷ്ഠിച്ചിരുന്നു എന്നാണ് ഈ ശിലയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം. അളകനന്ദയിലെ നാരദകുണ്ടിനെ തൊട്ട് കിടക്കുന്നതാണ് നാരദശില. ബദരീനാഥ് ക്ഷേത്ര ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് നാരദശിലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഭഗവാന്റെ പരമഭക്തനായ നാരദ മഹർഷി ദീർഘകാലം ഇവിടെ തപസ് ചെയ്ത സ്ഥലമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് അക്രമകാരികളിൽ നിന്നും രക്ഷിക്കാനായി ബദരീനാഥൻ്റെ വിഗ്രഹം അക്കാലത്തെ ഭരണാധികാരികൾ ഈ ശിലയ്ക്ക് താഴെയുള്ള അളകനന്ദയിലെ നാരദകുണ്ടിൽ ഒളിപ്പിച്ചു വച്ചിരുന്നു. പിൽക്കാലത്ത് ആദി ശങ്കരാചാര്യ സ്വാമികൾക്കുണ്ടായ ദൈവീകമായ വെളിപാടിലൂടെ അദ്ദേഹം നദിയിൽ മുങ്ങി ഈ വിഗ്രഹം വീണ്ടെടുത്തത് ഈ നാരദകുണ്ടിൽ നിന്നുമാണ്. ഇവിടെ മുകൾ ഭാഗത്തായി നാരദ മഹർഷിയുടെ ഒരു പ്രതിഷ്ഠയും കാണാം. അതുപോലെ തപ്തകുണ്ടിന് തൊട്ടു താഴെയായി മാർക്കണ്ഡേയശില എന്നൊരു ഭാഗവുമുണ്ട്. മാർക്കണ്ഡേയമുനി ഇവിടെ ഇരുന്ന് തപസ്സനുഷ്ഠിച്ചിരുന്നു എന്ന ഐതിഹ്യമാണ് ഈ ശിലയ്ക്കുള്ളത്. അടുത്തത് വരാഹശിലയാണ്. അളകനന്ദയുടെ മധ്യത്തിൽ നാരദശിലയെ തൊട്ട് കിടക്കുന്നതാണത്. അവതാര ലക്ഷ്യം പൂർത്തിയായതിനു ശേഷം വരാഹമൂർത്തി ഇവിടെ വിശ്രമിച്ചു എന്നതാണ് ഐതിഹ്യം. പിന്നെയുള്ളത് നരസിംഹശിലയാണ്. അതും അളകനന്ദയിൽ തന്നെയാണ്. പക്ഷേ അത് നമുക്ക് കാണാൻ സാധിക്കില്ല.
അളകനന്ദയുടെ തീരത്തുകൂടി മുമ്പോട്ട് പോകുമ്പോൾ ഒരുപാട് കാഴ്ചകൾ വീണ്ടും കാണാം. ഓരോരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നിരവധി പേർ. ഫോണിൽ നോക്കി മന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ചില പൂജാരിമാർ, ചില പ്രത്യേക ആസനങ്ങളിൽ ഇരിക്കുന്ന സന്യാസിമാർ, പൂജയ്ക്കുള്ള സാധന സാമഗ്രികൾ തളികകളിൽ തയ്യാറാക്കുന്ന കടക്കാർ. ഒരിടത്ത് ഒരു വലിയ മുറിയിൽ എന്തോ വലിയ ഒരു ഹോമം നടക്കുന്നുണ്ട്. പൂജാരി ഉച്ചത്തിൽ മന്ത്രങ്ങൾ ചൊല്ലുന്നു. ആളുകൾ ഭക്തിപൂർവ്വം തൊഴുതിരിക്കുന്നു. ഇതുപോലെ പ്രാധാന്യവും തിരക്കുമുള്ള ഒരു ക്ഷേത്ര സങ്കേതം എത്രയോ ആയിരം ആളുകൾക്കാണ് പ്രത്യക്ഷമായും പരോക്ഷമായും ഉപജീവനമാർഗം നൽകുന്നത്. മറ്റൊരു രീതിയിലാണെങ്കിലും ഞാനും അതിലൊരു ഭാഗമാണ്. കുറച്ചുകൂടി മുൻപോട്ട് ചെല്ലുമ്പോൾ പ്രത്യേക ആകൃതിയിൽ ചില ശിലാഭാഗങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്. അളകനന്ദയുടെ തീരത്ത് തന്നെയാണിത്. ബ്രഹ്മകപാൽ എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തുന്നതിന് ലോകത്തിലെ തന്നെ ഏറ്റവും ഉത്തമമായ സ്ഥലമായി ബ്രഹ്മകപാലിനെ കണക്കാക്കുന്നു. പുരാണങ്ങളനുസരിച്ച് നുണ പറഞ്ഞതിന് മഹാദേവൻ ബ്രഹ്മദേവൻ്റെ 5ാമത്തെ ശിരസ് നുള്ളിയെടുത്തു. പക്ഷേ കടുത്ത ബ്രഹ്മഹത്യാഭാവം മൂലം ആ ശിരസ് ഭഗവാന്റെ കയ്യിൽ ഒട്ടിപ്പിടിച്ചുപോയി. പാപമോചനത്തിനായി മഹാദേവൻ പല പുണ്യതീർത്ഥങ്ങളിലും പോയെങ്കിലും ആ ശിരസ് കയ്യിൽ നിന്ന് വേർപെട്ടു പോയില്ല. ഒടുവിൽ ബദരിയിലെ ഈ സ്ഥലത്തെത്തിയപ്പോൾ ബ്രഹ്മദേവൻ്റെ ആ ശിരസ് ഭഗവാന്റെ കയ്യിൽ നിന്നും വേർപെടുകയും അതോടെ ഭഗവാൻ പാപവിമുക്തനാവുകയും ചെയ്തു എന്നാണ് വിശ്വാസം. ബ്രഹ്മദേവൻ്റെ ശിരസ് പതിച്ച ഈ സ്ഥലം അങ്ങനെ ബ്രഹ്മകപാൽ എന്നറിയപ്പെടുകയും ചെയ്തു. അവിടുത്തെ പൂജാരി ഈ കഥകളൊക്കെ വിസ്തരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വെച്ച് പിതൃക്കൾക്ക് ശ്രാദ്ധമൂട്ടിയാൽ അവർക്ക് മോക്ഷം ലഭിക്കുമെന്നും പിന്നീട് അവർക്ക് വേണ്ടി മറ്റ് ബലികർമ്മങ്ങൾ നടത്തിയില്ലെങ്കിലും ദോഷമില്ല എന്നും വിശ്വസിക്കപ്പെടുന്നു. പക്ഷേ നമ്മുടെ വിശ്വാസമനുസരിച്ച് വർഷാവർഷം ബലിയിടുന്നത് തന്നെയാണ് ഉത്തമമായി കണക്കാക്കുന്നത്. ഗയാശ്രാദ്ധത്തേക്കാൾ 8 മടങ്ങ് പുണ്യം ഇവിടെ ബലിയിട്ടാൽ ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. കുരുക്ഷേത്ര യുദ്ധാനന്തരം മഹാപ്രസ്ഥാന യാത്രക്കിടയിൽ ഇവിടെ എത്തിയ പാണ്ഡവർ ബന്ധുക്കളെ വധിച്ച പാപത്തിൽ നിന്നും മുക്തി നേടാൻ ഇവിടെ ബലിതർപ്പണം നടത്തിയതായും കരുതപ്പെടുന്നു. ഈ വിശ്വാസമനുസരിച്ച് ധാരാളം ആളുകളാണ് ഇവിടെ എത്തി ബലിതർപ്പണം നടത്തുന്നത്. എന്തിന്, വിദേശത്തുനിന്ന് പോലും ധാരാളം ആളുകൾ ഇവിടെ ബലിതർപ്പണം നടത്താനായി എത്തുന്നുണ്ട്. ഇനി നമുക്ക് മാതാമൂർത്തി ക്ഷേത്രത്തിലേക്ക് പോവാം. സാധാരണ ആളുകൾ മാനാ ഗ്രാമം വഴിയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. എന്നാൽ ആ തിരക്കുകളിൽ നിന്നൊക്കെ മാറി തികച്ചും ശാന്തമായ ഗ്രാമങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ബ്രഹ്മകപാലിൻ്റെ ഭാഗത്തു നിന്നും കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ മുകളിലേക്കൊരു വഴിയുണ്ട്. അളകനന്ദയുടെ മറുകരയാണ് ആ കാണുന്നത്. മാനാ ഗ്രാമത്തിലേക്കുള്ള വഴിയും കാണാം. താഴെ ഒരു പാലം പണിയും നടക്കുന്നുണ്ട്. ഇതിനിടയിൽ പരമ്പരാഗത വസ്ത്രങ്ങളുമൊക്കെ ധരിച്ച് അലങ്കരിച്ച കലശങ്ങളുമൊക്കെ എഴുന്നള്ളിച്ച് കൊട്ടും വാദ്യമേളങ്ങളുമൊക്കെയായി കുറേ പേർ കടന്നുപോയി. കുറച്ചു ദൂരം നടപ്പന്തൽ പോലെ ഒരു ഭാഗമുണ്ട്. ഇവിടം കഴിയുന്നതോടെ അടുത്ത ഗ്രാമത്തിലേക്കാണ് എത്തുക. യാതൊരു തിരക്കുമില്ല. ഇത്രയും തിരക്കുള്ള സ്ഥലത്ത് ഇതുപോലെ ശാന്തമായൊരു സ്ഥലമുണ്ടെന്നത് അത്ഭുതമാണ്. കോൺക്രീറ്റ് ചെയ്ത ഒരു ചെറിയ പാതയാണ്. ഇരുവശവും കൃഷിയിടങ്ങളും ഗ്രാമീണരുടെ വീടുകളും. ഇത് രാജ്കോട്ടി എന്ന ഗ്രാമമാണ്. നീലകണ്ഠ പർവ്വതത്തിൻ്റെയും നരനാരായണ പർവ്വതങ്ങളുടെയും മനോഹരമായ കാഴ്ചകൾ ഈ ഗ്രാമങ്ങളിൽ നിന്ന് ലഭിക്കും. മഞ്ഞുമൂടിയ മലനിരകൾക്ക് താഴെയായി പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകളും കൃഷിയിടങ്ങളുമൊക്കെയായി മനോഹരമായ കാഴ്ചകൾ. പഴയകാല വീടുകളും പുതിയ വീടുകളുമൊക്കെ ധാരാളം കാണാം. അങ്ങ് മലമുകളിൽ നിറയെ മേഞ്ഞു നടക്കുന്ന ആട്ടിൻകൂട്ടങ്ങൾ. ഓരോ വീടിൻ്റെയും മുറ്റത്ത് ധാരാളം ചെടികളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവരാണ് ഇവിടുത്തെ ജനങ്ങൾ. കഠിനമായ കാലാവസ്ഥയെ അതിജീവിക്കുന്ന കരുത്തുറ്റ മനസ്സുള്ളവർ. ഇവിടെയുള്ളവർ ഭൂരിഭാഗവും ഹോത്യ വിഭാഗത്തിൽപ്പെട്ടവരും തദ്ദേശീയരായ പഹാഡികളുമാണ്. കനത്ത മഞ്ഞുവീഴ്ചയുണ്ടാകുന്ന ശൈത്യകാലത്ത് ഇവർ ജോഷിമഠ് ചമോലി ഭാഗങ്ങളിലേക്ക് പോകും. മഞ്ഞുകാലം മാറുമ്പോൾ ഇവർ കൃഷിയും കന്നുകാലി വളർത്തലുമൊക്കെയായി തിരിച്ചെത്തുകയും ചെയ്യും. മലഞ്ചെരിവുകളിൽ തട്ടുതട്ടായി തിരിച്ചാണ് ഇവർ കൃഷി ചെയ്യുന്നത്. കാളകളെ കൊണ്ട് നിലം ഉഴുതുമറിച്ച് കൃഷിക്കൊരുക്കുന്നവരെയും കാണാം. ഉരുളക്കിഴങ്ങ്, രാജ്മ, അമര, ബാർലി, ഗോതമ്പ് തുടങ്ങിയവയാണ് ഇവിടെ കൂടുതലും വിളയിക്കുന്നത്. കൂടാതെ മരുന്നിനുള്ള ചില ഹിമാലയൻ ഔഷധ സസ്യങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഈ ഗ്രാമങ്ങളിൽ ധാരാളം ആപ്പിൾ മരങ്ങളും കാണാം. നല്ല ഗുണനിലവാരവും സ്വാദുമുള്ളവയാണവ. പിന്നെ പശുക്കൾ, ആട്, ചെമ്മരിയാട് എന്നിവയെ വളർത്തുന്നതും കമ്പിളി വസ്ത്രങ്ങൾ ഉണ്ടാക്കലുമൊക്കെ ഇവരുടെ പ്രധാന വരുമാനമാണ്. നമ്മളങ്ങനെ അടുത്ത ഗ്രാമത്തിലേക്ക് എത്തി. ഇത് ഇന്ദ്രധാര എന്ന ഗ്രാമമാണ്. ബദരീനാഥ് ഹെലിപ്പാഡ് സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ്. ഹെലികോപ്റ്റർ ഉയരുന്നതും താഴുന്നതുമൊക്കെ ഇവിടെ തൊട്ടടുത്ത് നിന്ന് കാണാം. ഗ്രാമദേവതകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നവരാണിവർ.
ഓരോ ഗ്രാമത്തിനും അതിൻ്റേതായ ചെറിയ ക്ഷേത്രങ്ങളും ആചാരങ്ങളും ഉണ്ടാവും. അതിഥികളോടുള്ള ഇവരുടെ ആതിഥ്യമര്യാദയും എടുത്തു പറയേണ്ടതാണ്. നന്മ നിറഞ്ഞ ഒരു കൂട്ടം മനുഷ്യർ. ഇവിടുത്തെ പഴയ വീടുകൾ കല്ലും മരവും ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നവയാണ്. മേൽക്കൂരകൾ കനം കുറഞ്ഞ സ്ലേറ്റ് കല്ലുകൾ പാകിയിരിക്കുന്നു. ഇത് മഞ്ഞുവീഴ്ചയെ പ്രതിരോധിക്കാൻ സഹായിക്കും. ഒരുപാട് ആർമി ക്യാമ്പുകളുള്ള ഒരു മേഖലയാണിത്. സൈന്യത്തിൻ്റെ കർശന നിരീക്ഷണമുള്ള പ്രദേശം. പർവ്വതമുകളിൽ ഓരോ വിഭാഗത്തിൻ്റെയും പേരുകൾ വലിപ്പത്തിൽ എഴുതി വച്ചിരിക്കുന്നത് കാണാം. 1-2 പേർ ക്യാമ്പിങ്ങിനുള്ള സാധനങ്ങളും ചുമന്നു വരുന്നതും കണ്ടു. സതോബന്ത് ട്രെക്കിംഗ് കഴിഞ്ഞു വരുന്നവരാണവർ. സതോബന്തിലേക്ക് പോകുന്നത് ഇതുവഴിയാണ്. ഈ ഭാഗത്താണ് മാതാമൂർത്തി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. ഈ ഭാഗത്ത് എന്തോ വലിയ നിർമ്മാണങ്ങളും മറ്റും നടക്കുന്നുണ്ട്. നരനാരായണന്മാരുടെ മാതാവായ മൂർത്തിദേവിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ആ കഥകളൊക്കെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ചുറ്റിനും കല്ല് കെട്ടിത്തിരിച്ച് അതിന് താഴെയായി ഒരു കൊച്ചു ക്ഷേത്രം. ബദ്രീനാഥിലെ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞു മാറി ഹിമാലയൻ മലനിരകളുടെ പശ്ചാത്തലത്തിൽ വളരെ ശാന്തമായ ഒരിടം. ഇവിടെ നിത്യപൂജയൊന്നും പതിവില്ല എന്നാണ് തോന്നുന്നത്. എല്ലാ വർഷവും ശ്രാവണ മാസത്തിലെ വാമൻ ദ്വാദശി നാളിലാണ് ഇവിടുത്തെ ഉത്സവം. ഭഗവാൻ വാമന രൂപത്തിൽ ഈ ഭൂമിയിൽ കാലുകുത്തിയ ദിവസമാണത്. അന്ന് ബദ്രീനാഥൻ തൻ്റെ മാതാവിനെ കാണാനായി ഇങ്ങോട്ടേക്ക് എഴുന്നള്ളും. മറ്റൊരു പ്രത്യേകത, ഭഗവാന്റെ പ്രതിനിധിയായി ഉദ്ധവരെയാണ് ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിക്കുക. അന്ന് മൂർത്തിദേവിക്കൊപ്പം ഉദ്ധവർക്ക് റാവൽജിയുടെ കാർമ്മികത്വത്തിൽ ഒരു പൂജയുണ്ടാവും. ഭഗവാൻ തപസ്സിലായതുകൊണ്ട് തൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ഉദ്ധവരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഘോഷയാത്രയായി പല്ലക്കിലാണ് ഉദ്ധവരെ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിക്കുക. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. റാവൽജി നട തുറന്നിരിക്കുന്ന കാലത്ത് ക്ഷേത്രമതിലകം വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് ഈ ഒരു ദിവസം മാത്രമാണ്. കുതിരപ്പുറത്താണ് റാവൽജി അന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതും. ഇവിടെ മൂർത്തിദേവിയുടെ സംരക്ഷണത്തിനായി ഭൈരവനാഥൻ്റെ ഒരു ക്ഷേത്രം കൂടിയുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇനി നമ്മൾ മാന ഗ്രാമത്തിലൂടെയാണ് തിരിച്ച് ബദരിയിലേക്ക് പോകുന്നത്. ഇവിടെ തൊട്ടു താഴെയായി മനോഹരമായ ഒരു കാഴ്ച കൂടി കാണാം. ഇവിടുന്ന് നേരെ എതിർവശം മാനാഗ്രാമമാണ്. അളകനന്ദയുടെയും സരസ്വതി നദിയുടെയും സംഗമസ്ഥാനമായ കേശവപ്രയാഗാണ് താഴെ കാണുന്നത്. ഈ ഒരു ഭാഗം ഇത്രയും വ്യക്തമായി കാണാൻ സാധിക്കുന്നതും ഇവിടെ നിന്ന് മാത്രമാണ്. മാതാമൂർത്തി ക്ഷേത്രത്തിൽ നിന്നും ആർമി ക്യാമ്പിന് മുൻപിൽ കൂടി പോയാൽ മാനാഗ്രാമത്തിലേക്ക് കടക്കാൻ ഒരു ഇരുമ്പ് പാലമുണ്ട്. ഈ വഴി ഇപ്പോൾ വീതി കൂട്ടുന്ന ജോലികളും നടക്കുന്നുണ്ട്. ഹിമാലയം ശൈശവാവസ്ഥയിലാണ് എന്ന് കേട്ടിട്ടില്ലേ? ഇവിടെ അതിനുള്ള കാരണവും വ്യക്തമായി മനസ്സിലാക്കാം. ഉരുളൻ കല്ലുകളും മണ്ണും വെറുതെ കുന്നുപോലെ കൂട്ടിയിട്ടാൽ എങ്ങനെയുണ്ടാവും? അതിനുണ്ടാകുന്ന ചെറിയൊരു ആഘാതം പോലും അത് ഇടിഞ്ഞു വീഴാൻ കാരണമാകും. അതാണ് ഈ പ്രദേശത്തെ മലയിടിച്ചിലിനുള്ള കാരണവും. ഇനിയും കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ടേ ഇവയൊക്കെ ഉറപ്പുള്ള പാറക്കെട്ടുകളായി മാറുകയുള്ളൂ. പാലം കയറി മുകളിലേക്ക് എത്തുന്നത് മാനാഗ്രാമത്തിൻ്റെ തുടക്കത്തിലേക്കാണ്. ഇവിടെ നിന്ന് തന്നെ നദി മലിനമായി തുടങ്ങുകയാണ്. നദീതീരത്തുള്ള മിക്കവാറും വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും ടോയ്ലറ്റ് വേസ്റ്റുകൾ ഉൾപ്പെടെ ചെന്ന് ചേരുന്നത് നദിയിലേക്കാണ്. പ്രധാന റോഡിലേക്ക് കയറാതെ ഒരു ഇടവഴിയിലൂടെയാണ് അങ്ങോട്ടേക്ക് പോയത്. ഈ വഴി ചെല്ലുന്നത് സരസ്വതി നദിയുടെ ഉത്ഭവസ്ഥാനത്തേക്കാണ്. ഈ വഴിയുടെ ഇരുവശവും ഗ്രാമീണരുടെ വീടുകളാണ്. പരമ്പരാഗത വസ്ത്രം ധരിച്ച ഗ്രാമീണ സ്ത്രീകളെ ധാരാളം കാണാം. ഇവിടുത്തെ സ്ത്രീകളും വളരെ അധ്വാനശീലരാണ്. വീട്ടുജോലികൾക്ക് പുറമെ കമ്പിളി നൂൽ നൂൽക്കുന്നതിലും നെയ്ത്ത് ജോലികളിലും അവർ വ്യാപൃതരായിരിക്കും. മിക്ക വീടുകളുടെയും ഉമ്മറത്ത് പരമ്പരാഗതമായ തറകളും കാണാം. മുതിർന്ന സ്ത്രീകൾ വലിയ വെള്ളിയാഭരണങ്ങളും കമ്പിളി കൊണ്ട് നിർമ്മിച്ച പരമ്പരാഗത വസ്ത്രങ്ങളും ധരിക്കുന്നത് കാണാം. അതിവരുടെ ഗോത്ര സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഒരു 90 വയസ്സെങ്കിലും പ്രായമുള്ള ഒരമ്മ വീടിൻ്റെ മുറ്റത്തിരുന്ന് കമ്പിളി നൂൽ നൂറ്റെടുത്ത് വസ്ത്രങ്ങൾ നെയ്യുന്നത് കണ്ടു. അവർ കാലിലിട്ടിരിക്കുന്ന സോക്സ് പോലും അവർ സ്വന്തമായി ഉണ്ടാക്കിയതാണ്. ഇടയ്ക്കിടയ്ക്കായി പരമ്പരാഗത വീടുകളും കാണാം. പക്ഷേ ഓരോ കൊല്ലം ചെല്ലുന്തോറും അവയുടെ എണ്ണവും കുറഞ്ഞു വരുന്നുണ്ട്. മാന ഗ്രാമത്തിലൂടെ നടക്കുമ്പോൾ ഇവിടുത്തെ ഇതുപോലുള്ള ഇടുങ്ങിയ വഴികളിലൂടെ സഞ്ചരിക്കുക. ഗ്രാമവാസികളോട് പുഞ്ചിരിയോടെ മാന്യമായി സംസാരിച്ചാൽ അവർ അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കും. ചിലപ്പോൾ സന്തോഷത്തോടെ ഒരു ചായയും നമുക്ക് നൽകും. മാന ഗ്രാമത്തിൽ താമസിക്കുന്നത് പ്രധാനമായും മംഗോളിയൻ വംശജരായ ഇന്തോ ടിബറ്റൻ ഗോത്രവിഭാഗത്തിൽപ്പെട്ട ഭോത്യ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇതിൽ തന്നെ ബദരീനാഥ് മേഖലയിൽ താമസിക്കുന്നവരെ മാർച്ച എന്നാണ് വിളിക്കുന്നത്. ടിബറ്റുമായി പണ്ട് വ്യാപാരബന്ധം ഉണ്ടായിരുന്ന കാലം മുതൽക്ക് ഉള്ളവരാണിവർ. അതുകൊണ്ട് തന്നെ ഇവരുടെ വേഷവിധാനത്തിലും ആചാരങ്ങളിലും
ടിബറ്റൻ ഇന്ത്യൻ സംസ്കാരങ്ങളുടെ ഒരു മിശ്രിതം കാണാൻ സാധിക്കും. ഹൈന്ദവ വിശ്വാസികളായ ഇവർ ബദരീനാഥൻ്റെ കടുത്ത ഭക്തരാണ്. അളകനന്ദിയിൽ നിന്നും ബദരീനാഥൻ്റെ വിഗ്രഹം വീണ്ടെടുത്ത് ബദരീനാഥ് ക്ഷേത്രം പുനർനിർമ്മിക്കുന്ന കാലത്ത് ആചാര്യസ്വാമികൾക്ക് ഇവർ ഒരുപാട് സഹായങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ബദരീനാഥ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രധാന ഗ്രാമങ്ങളിൽ ഒന്നുമാണിത്. കൂടാതെ ഇവിടുത്തെ മാതാമൂർത്തി, ഗ്രാമദേവനായ ഖണ്ഡാകർണൻ എന്നീ മൂർത്തികളെയും ഇവർ ആരാധിക്കുന്നു. ഒരു നാടോടി ജീവിതം പിന്തുടരുന്ന ഇവർ ശൈത്യകാലത്ത് ഗ്രാമം ഉപേക്ഷിച്ച് താഴെയുള്ള ചമോലി, ജോഷിമഠ് ഭാഗങ്ങളിലേക്ക് പോകും. മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള കാലത്താണ് ഇവർ ഇവിടെ വന്ന് കൃഷിയും കന്നുകാലി വളർത്തലുമൊക്കെ നടത്തുന്നത്. സെപ്റ്റംബർ അവസാനത്തോടെ വിളവെടുപ്പും പൂർത്തിയാവും. ഉരുളക്കിഴങ്ങ്, രാജ്മ, ഔഷധ സസ്യങ്ങൾ എന്നിവയാണ് ഇവിടെയും പ്രധാന കൃഷി. പിന്നെ ഇവർക്ക് പ്രാദേശികമായി മദ്യനിർമ്മാണവുമുണ്ട്. ഇവിടെ ഉണ്ടാകുന്ന ധാന്യങ്ങളും പഴങ്ങളും മറ്റും ഉപയോഗിച്ച് വാറ്റിയെടുക്കുന്ന ചാങ് എന്ന പാനീയം ഇവരുടെ ആചാരങ്ങളുടെ ഒരു ഭാഗമാണ്. പോകുന്ന വഴിയിൽ ഒരു അമ്മയെയും മകളെയും കണ്ടു. ഒരു ചിത്രം വേഷവിധാനങ്ങൾ മനസ്സിലാക്കാനായി എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ സന്തോഷത്തോടെ സമ്മതിക്കുകയും ചെയ്തു. ഇടയ്ക്ക് ഒരാൾ വീടിന് മുന്നിലിരുന്ന് കമ്പിളിക്കോട്ടുകൾ തയ്ച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പഴയ കാലത്തെ കൈകൊണ്ട് കറക്കുന്ന മെഷീനാണത്. മുൻപോട്ട് വീണ്ടും നടന്നപ്പോൾ ഒരു ക്ഷേത്രത്തിന് മുൻപിലേക്കാണ് എത്തിയത്. മുൻപേ പറഞ്ഞ ഇവരുടെ ഗ്രാമദേവനായ ഖണ്ഡാകർണസ്വാമിയുടെ ക്ഷേത്രമാണിത്. ഹിമാലയൻ മലനിരകളുടെ പശ്ചാത്തലത്തിലുള്ള ആ ക്ഷേത്രത്തിൻ്റെ ഭംഗിയും ഒന്ന് വേറെ തന്നെയാണ്. ഇതിൻ്റെ വശത്തുകൂടിയുള്ള വഴി ചെന്ന് ചേരുന്നത് സരസ്വതി നദിക്ക് കുറുകെ ഭീമൻ നിർമ്മിച്ച പാലത്തിന് സമീപത്തേക്കാണ്. വഴിയുടെ ഇരുവശവും കമ്പിളി വസ്ത്രങ്ങളുടെ കടകളാണ്. നല്ല ഗുണനിലവാരമുള്ള കമ്പിളി വസ്ത്രങ്ങൾ മാന്യമായ വിലയിൽ ഇവിടെ ലഭിക്കും. കൂടാതെ ധാരാളം ഔഷധങ്ങളും വാങ്ങാൻ കിട്ടും. केदार कड़वी शुगर नेचुरल टी किडनी स्टोन की किडनी स्टोन नाम नाम पत्थर चट्टा पत्थर चट्टा हाँ। इसका तेजमल की लकड़ी पूरी दृष्टि नहीं पड़ती है घर पे. അങ്ങനെ നടന്ന് സരസ്വതി നദിക്ക് കുറുകെ ഭീമൻ എടുത്തു വെച്ചു എന്ന് പറയപ്പെടുന്ന ആ ഒരു പാലത്തിൻ്റെ അടുത്തേക്കെത്തി. ഇതിനെ ഭീംഭൂൽ എന്നാണ് വിളിക്കുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ കുറേയേറെ മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുമുണ്ട്. സരസ്വതി ദേവിയുടെ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായി. അവിടെ നിന്ന് കഴിഞ്ഞാൽ സരസ്വതി നദിയുടെ ഉത്ഭവസ്ഥാനം കുറച്ചുകൂടി വ്യക്തമായി നമുക്ക് അടുത്ത് കാണാം. പൊതുവിൽ സരസ്വതിയുടെ ഉത്ഭവസ്ഥാനമായി പറയുന്നത് ഇവിടെയാണെങ്കിലും യാത്രികനായ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് മാനാ പാസിലൂടെ തിബറ്റിലേക്ക് പോകുന്ന വഴിയിലുള്ള ദേവത്താളിൽ നിന്നുമാണ് ഈ നദി ഉത്ഭവിക്കുന്നതെന്നാണ്. കൂടുതലായി അന്വേഷിച്ചപ്പോൾ അത് സത്യവുമാണെന്ന് മനസ്സിലായി. വെളുത്ത മാർബിൾ ശിലയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തു തന്നെ മറ്റൊരു ക്ഷേത്ര നിർമ്മാണവും നടക്കുന്നുണ്ട്. ഇവിടെ നിന്നും ഈ പാലം കടന്നു ചെല്ലുന്നത് വസുധാരയിലേക്കുള്ള പാതയിലേക്കാണ്. പാണ്ഡവരുടെ സ്വർഗാരോഹണത്തിനുള്ള മഹാപ്രസ്ഥാന പാതയാണിത്. യാത്രക്കിടയിൽ സരസ്വതി നദി മുറിച്ചു കടക്കാനാവാതെ പാഞ്ചാലി വിഷമിച്ചു നിന്നപ്പോൾ ഭീമസേനൻ നദിക്ക് കുറുകെ എടുത്തു വെച്ച ഭീമൻ പാറയാണ് ഈ പാലം. ചിലപ്പോൾ ഈ ഐതിഹ്യങ്ങളൊക്കെ സത്യമാണെന്ന് നമുക്ക് തോന്നും. കാരണം ആരോ കൃത്യമായി എടുത്തു വെച്ചതുപോലെ തന്നെയാണ് ഈ വലിയ പാറക്കല്ല് കൊണ്ടുള്ള പ്രകൃതിദത്തമായ പാലം കാണുമ്പോൾ നമുക്ക് തോന്നുക. ഇതിൻ്റെ താഴെ നിന്നുള്ള ഒരു കാഴ്ച കൂടി കാണിച്ചു തരാം. അപ്പോൾ കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാവും. കാമറ്റ് പർവ്വതനിരകളാണ് ഇവിടെ മുകളിൽ കാണുന്നത്. ദേവത്താളിൽ നിന്നും ഉത്ഭവിച്ചു വരുന്ന നദി ഈ പർവ്വതനിരകളുടെ താഴെയുള്ള ഒരു ഗുഹയിൽ നിന്നുമാണ് അതിശക്തമായി പുറത്തേക്ക് വരുന്നത്. വസുധാരയിലേക്കുള്ള കവാടം ഒന്നുകൂടി പരിഷ്കരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൂണുകളിലായി വെളുത്ത മാർബിൾ ശിലകളിൽ 2 ആനകളുടെ ശിരസ് കൊത്തിവെച്ചിരിക്കുന്നത് കാണാം. ഇതിൻ്റെ കൊമ്പുകൾക്കിടയിലൂടെയുള്ള ദൂരക്കാഴ്ച അതിമനോഹരമാണ്. കവാടം കടന്നു ചെന്നാൽ മഹാപ്രസ്ഥാന യാത്രയുടെ ഭാഗമായി പാണ്ഡവരുടെയും പാഞ്ചാലിയുടെയും ഒക്കെ ശില്പങ്ങൾ പുതിയതായി നിർമ്മിച്ചിട്ടുണ്ട്. മുൻപിലായി യുധിഷ്ഠിരൻ്റെ കൂടെ കൂടിയ ആ നായയെയും കാണാം. ഓരോരുത്തരുടെയും പ്രത്യേകതയും ഐതിഹ്യങ്ങളുമൊക്കെ ഓരോ പ്രതിമയുടെയും ചുവട്ടിൽ പ്രത്യേകം ബോർഡിൽ എഴുതി വെച്ചിട്ടുമുണ്ട്. മഹാപ്രസ്ഥാന യാത്രയുടെ കഥകളെല്ലാം കഴിഞ്ഞ വസുധാര വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അതിവിടെ ആവർത്തിക്കുന്നില്ല. വസുധാരയും വ്യാസഗുഹയും ഗണേശഗുഹയുമൊക്കെ കഴിഞ്ഞ യാത്രകളിൽ കണ്ടതിനാൽ അവിടേക്കും പോയില്ല. പാലത്തിന് താഴെയുള്ള ഭാരതത്തിലെ ആദ്യത്തെ ചായക്കടയിൽ നിന്നും ഒരു മാഗിയും ചായയും ബട്ടർ ബ്രെഡും കഴിച്ചതിന് ശേഷം ബദരീനാഥിലേക്ക് നടന്നു. ഇവിടെ നിന്ന് വാഹനങ്ങൾ കിട്ടുമെങ്കിലും കാഴ്ചകൾ കണ്ട് നടക്കുന്നത് തന്നെയാണ് സുഖം. സന്ധ്യയോടെ ബദരീനാഥിലേക്ക് എത്തി. റൂമിൽ പോയി ഒന്ന് കുളിച്ച് വസ്ത്രങ്ങളുമൊക്കെ മാറി നേരെ ക്ഷേത്രത്തിലേക്ക് പോയി.
സന്ധ്യയായെങ്കിലും തിരക്കിന് യാതൊരു കുറവുമില്ല. അളകനന്ദയുടെ ഇക്കര നിന്നുകൊണ്ടുള്ള ക്ഷേത്രത്തിൻ്റെ ഒരു കാഴ്ചയാണിത്. ഇടയ്ക്ക് ഇസ്കോൺ സംഘടനയുടെ ചില ആളുകൾ വാദ്യഘോഷങ്ങളും നൃത്തവുമൊക്കെയായി കടന്നുപോയി. ഒരു പ്രത്യേക ആനന്ദമാണ് അവരുടെ മുഖത്ത് കാണാനായത്. രാത്രിയിലാണ് ബദ്രീനാഥിന് ഏറ്റവും കൂടുതൽ സൗന്ദര്യമെന്ന് തോന്നും. പല പല വർണ്ണങ്ങളിലുള്ള വൈദ്യുത ദീപാലങ്കാരങ്ങളുടെ പ്രഭയിൽ ബദ്രീനാഥ് ക്ഷേത്രം തിളങ്ങി നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. മുൻവശത്ത് അധികം തിരക്കില്ലായിരുന്നതുകൊണ്ട് തന്നെ നേരെ അകത്തേക്ക് കയറി. പക്ഷേ ഇപ്പോൾ ബദ്രീനാഥ് ക്ഷേത്രത്തിൽ ഉള്ളിൽ കയറി തൊഴാൻ ചില നിബന്ധനകളുണ്ട്. ഒന്നെങ്കിൽ നമ്മൾ ദർശനത്തിനുള്ള രസീത് എടുക്കണം, അല്ലെങ്കിൽ ചില പ്രത്യേക വഴിപാടുകൾ കഴിക്കണം. തിരക്ക് ക്രമാതീതമായി വർദ്ധിച്ച സാഹചര്യത്തിലാവാം അധികൃതർ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. എന്തായാലും പുറത്തു നിന്ന് സമാധാനമായി ഭഗവാനെ തൊഴുതു. ഇവിടെ സന്ധ്യാസമയത്ത് എന്നും ഭജൻസ് ഉണ്ടാവും. കുറച്ചു നേരം ഭജൻസുമൊക്കെ കേട്ട് കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്നതിന് ശേഷം നേരെ താഴേക്കിറങ്ങി. നഗരത്തിലൂടെ രാത്രിയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നതും ഒരു സുഖമാണ്. കുറച്ചു നേരം നഗരപ്രദർശനമൊക്കെ കഴിഞ്ഞ് അത്താഴവും കഴിച്ച് നേരെ മുറിയിലേക്ക് മടങ്ങി. പിറ്റേന്ന് രാവിലെ ബദ്രീനാഥിൽ നിന്നും മടക്കയാത്ര ആരംഭിച്ചു. ഈ ബദ്രീനാഥ് ക്ഷേത്രവുമായി ബന്ധിച്ച് സപ്തബദരികൾ എന്നറിയപ്പെടുന്ന 7 ക്ഷേത്രങ്ങൾ കൂടി വേറെയുണ്ട്. അതിൽ 5 ക്ഷേത്രങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഈ പഞ്ചബദരി ക്ഷേത്രങ്ങളിലേക്കാണ് പിന്നീട് പോയത്. ആ കാഴ്ചകളുമായി അടുത്ത അധ്യായത്തിൽ കാണാം.